ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇസ്മി സഞ്ജയ് ആറന്മുള. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ കിളിയെ മേടിക്കാനെ കൊണ്ടുപോകണം കേട്ടോ. വിഷമമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കിളി വാസ്കോ നമ്മൾ ഈ പെയിൻ്റൊക്കെ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിക്കാൻ പോയ ടൈമിൽ എന്തോ പറ്റിയെന്നറിയത്തില്ല, അത് മരിച്ചുപോയി. നല്ല വിഷമമുണ്ട്. പക്ഷേ നമ്മൾ അതിന് പകരമായിട്ട് പുതിയൊരു വാസ്കോയെ മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഒരു ബാംഗ്ലൂർ ഒരു പെറ്റ് ഷോപ്പ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് പുതിയൊരു വാസ്കോയെ മേടിച്ചുകൊണ്ട് വരാം. അത് ഏത് കിളിയാണെന്നുള്ളത് നമുക്ക് അവിടെ പോയി കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ മെട്രോ ഇറങ്ങി കേട്ടോ. മെട്രോ ഇറങ്ങി ഞങ്ങളിപ്പോൾ നിലവിലുള്ളത് ചർച്ചിൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ബാംഗ്ലൂർ ഏറ്റവും ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് നേരെ ലൊക്കേഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ബൈക്കൊക്കെ നമുക്കുണ്ട്. പിന്നെ ഈ ബാംഗ്ലൂരൊക്കെ ഒന്ന് കാണാനോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. മനസ്സിലായി? ഇനി നമുക്ക് ഏകദേശം ഒരു 600 മീറ്ററും കൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫാമിലേക്ക് ചെല്ലാൻ. ഇതെന്തിൻ്റെ ചെയ്യണം? ഇത് അറിയാൻ വയ്യ. യെസ്, ആർമി സർവീസ്. നമ്മൾ ഇവിടുന്ന് എങ്ങനെ ടാസ്ക് കേട്ടോ. റോഡിന് അക്കരെ ചെല്ലുന്ന ഭയങ്കര പാടുള്ള പരിപാടിയാണ്. വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലേ, വിമാനം പോകുന്ന പോലെ കൂട് മാത്രമേ കേൾക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊരു ആനവണ്ടി, നാട്ടിലെ ആനവണ്ടി, ഇവിടുത്തെ ആനവണ്ടി. സഞ്ജയ് ബോസ് എത്താറായോ? കുറെ നേരമായിട്ട് നടത്തിപ്പിക്കുന്നു. നമ്മൾ അവർ തന്ന ലൊക്കേഷനിൽ നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ആ പുള്ളിയെ വിളിച്ചിട്ട് പുള്ളിയുടെ റൂം ഏതല്ല ഫ്ലാറ്റ് ആണോ എന്നുള്ളത് നമുക്ക് വിളിച്ച് ചോദിക്കാം കേട്ടോ. നിങ്ങൾ കൂടുതൽ ലൊക്കേഷനിലാണ് വന്നിട്ടാണ്. BBS ആ ഈ ബിൽഡിങ്ങിലാണ്. ഇതോ? ഈ സെയിം ബിൽഡിങ്ങോ? ഈ ബിൽഡിങ്ങിലെ 31ാമത്തെ നമ്പർ റൂം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ചലോ. എക്സൈറ്റഡ് ആണോ? സത്യം പറ, ആക്ച്വലി നീ എന്തിനാ എടുക്കാനാ പോകുന്നത്? എടാ, എന്നോടെങ്കിലും പറയടാ. ആക്ച്വലി അയ്യോ, എന്നെ പൂട്ടിയിട്ടേ. 5th ഫ്ലോർ. ആരാ എൻ്റെ കൂടെ വരുന്നത് ഇതിൽ? നിങ്ങൾ രണ്ടുപേരില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വില കൂടുതലാണ്. അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. അടുത്ത മാസം ഞാൻ നിങ്ങളെ മേടിക്കും. നീ വരുന്നോ? ആരാ വരുന്നേ? വാ, ആരാ വരുന്നേ? തേടി വന്ന വള്ളി കാലേ ചുറ്റി. ഇതാ മാരെല്ലാം എന്താ പട ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ. ദേശീയക്കാരനാണ് കേട്ടോ അല്പം. ഇവന് ഇച്ചിരി ദേശീയക്കാരനാണ്. നിന്നെ പോലുള്ളവന്മാരെ ഞാൻ എടുക്കും കേട്ടോ. കോക്കൂസ്, വൈറ്റ് കോക്കൂസ് ഉണ്ട്, യെല്ലോ കോക്കൂസ് ഉണ്ട്, യെല്ലോ മിക്സ് ഉണ്ട്, ഫുൾ വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, കോക്ക് ഉണ്ട്, പറയുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനെ മേടിച്ചാലോ പൈസ? അതുപോലെ അതുണ്ട്. ഇവിടെ കള്ളം തൂങ്ങി കിടക്കുന്നുണ്ടോ? ഉണ്ടോ? അവനെ താഴെ കിടക്കണം. അവൻ്റെ അത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ബ്ലൂ കളറിലുള്ള ഉണ്ടോ? പൈസ അല്ലേ? ഏതാ മോനെ ഐറ്റം? പിള്ളേരാ ഇവരെല്ലാം കേട്ടോ. വളർന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഒരു കൺഫ്യൂഷനില്ല. ഇവർ ഏതെടുക്കണമെന്നുള്ളത്. ഇവന്മാരെ പോലെ വളർത്തി വലുതാക്കണം. ഇവനിത്തിരി അവനെ എപ്പോഴും സൂചിപ്പിക്കണം. എന്നാണ് പറഞ്ഞത്. അടിക്കും. അങ്ങനെ നമ്മൾ വേണ്ട
ഇവനെ അങ്ങ് പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവനെ വളർത്തി വലുതാക്കി റെഡിയാക്കണം. ഇതാണ് നമ്മുടെ വാസ്കോ. ഹായ് ഹായ്, എങ്ങനെയുണ്ട് ഗൈസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിയിൽ ഇങ്ങനെ എല്ലാം പിന്നൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനെ ഇനി നമുക്ക് കൊണ്ടുപോയി വളർത്തി ഒരുപാട് വലുതാക്കി സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചേട്ടൻ്റെ നമ്മുടെ കുട്ടിക്കിളിയെ എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമുക്ക് റൂമിലേക്ക് കൊണ്ട് സുന്ദരനാക്കാം. ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുവാണ്. അതേപോലെ നമ്മൾ ഈ ചേട്ടനെ കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിയുടെ പേജ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പം ഞാൻ പേജ് കൊളാബ് ചെയ്യാം, ചേട്ടൻ്റെ പേജ് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ചേട്ടൻ്റെ പേജ് നോക്കാം. ബാംഗ്ലൂരിൽ നിന്ന് ഇതുപോലത്തെ പേജിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ കേട്ടോ. നാട്ടിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊറിയർ ചെയ്ത് തരും. അപ്പോൾ കഴിഞ്ഞുകൊണ്ട് നമ്മൾ കിളിയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ അവിടെ ഇന്ന് ഇച്ചിരി സംസാരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. അതെല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് അത് ആദ്യമായിട്ടല്ലേ. പക്ഷെ ആൾ വാക്കുറിച്ചൊരു മനുഷ്യനാണ്. നമുക്ക് നമ്മുടെ കിളിയെ കിട്ടി. നമ്മുടെ വാസ്കോ വന്നു. പുള്ളിയുടെ കയ്യിൽ നിങ്ങൾക്ക് കിളിയെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തേ. പുള്ളിക്ക് മലയാളം അറിയാം. പുള്ളിക്ക് നല്ല ഒന്നാന്തരമായിട്ട് മലയാളി അല്ല, പക്ഷെ എനിക്കറിയാം, എല്ലാ ഭാഷയും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ പുള്ളിയുടെ പേജ് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെയും കൊണ്ട് ഈ തണുപ്പത്ത് നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് പോവാം. ഇതിന് ചൂട് അത്യാവശ്യമാണ്. അതേപോലെ പുള്ളി നമുക്ക് ഇതിന് വേണ്ട മരുന്ന് കാര്യങ്ങളെ സാധനം കൂടാണ് നമുക്ക് തന്നേക്കുന്നത് കേട്ടോ. ഒരാളും അങ്ങനെയൊന്നും ചെയ്യത്തില്ല സത്യത്തിൽ. നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്നതുകൊണ്ടായേക്കാം ചിലപ്പം നമുക്ക് എല്ലാ കാര്യം സെറ്റ് ചെയ്തത്. ഇനി നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ നേരെ റൂമിലോട്ട് അങ്ങനെ നമ്മൾ മെട്രോയിൽ തന്നെ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന ഓട്ടോയാണ്, റാപ്പിഡോ ബുക്ക് ചെയ്ത് പോകാൻ. കാരണം മെട്രോയിൽ AC ആയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരിക്കും. അല്ലാതെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറുക്കനെ സേഫായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തിക്കണം. നമ്മുടെ നാട്ടിലെ കൂട്ടല്ലേ ഇങ്ങനെ ഇവിടെ പതുക്കെ പോകത്തുള്ളൂ. നമുക്ക് നമ്മുടെ റൂമിലോട്ട് ഇന്ന് കയറുമ്പോഴത്തേക്കാണ് എല്ലാവരും റിയാക്ഷൻ. അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലും അവിടെയും ഇതുണ്ട് കേട്ടോ. എന്താ ലവ് ബേർഡ് അവന്മാരെയൊക്കെ നമ്മൾ കാലേ അങ്ങോട്ട് തുടങ്ങി. ഞങ്ങൾ ഇറങ്ങി ഓണർ ഇറക്കി ഓണറായിപ്പോ പോയത്. നമ്മുടെ ചെറുക്കൻ ഇപ്പം നമ്മുടെ കയ്യിൽ തന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനിയും ഇവിടെ ഒരുപാട് അതിഥികളുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് പോയപ്പോൾ നമ്മൾ അവിടെ കുറെ കിളികളെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരാളെ കൂടെ നമ്മൾ എടുക്കാൻ ഒരു പ്ലാനിങ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ നിന്ന് ഏത് കിളിയാണ് മേടിക്കേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിളിയെ നമ്മൾ പോയി മേടിക്കുന്നതായിരിക്കും. ഇവർ വീണ്ടും ഒരു കൂട്ടായിരിക്കും. അവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സൺകോണിയോർ ഉണ്ട്, പിന്നെ സൺകോണിയോർ, പിന്നെ യെല്ലോ കൊണിയോർ ഉണ്ട്, യെല്ലോ സൈഡഡ് കൊണിയോർ ഉണ്ട്, പിന്നെ പൈനാപ്പിൾ കൊണിയോർ ഉണ്ട്, പിന്നെ ഗ്രീൻ ചീക്ക് കൊണിയോർ ഉണ്ട്. ഇങ്ങനെ കുറേ ഐറ്റംസ് കിടപ്പുണ്ട്. ഇതിൽ ഒരാളെ നമ്മൾ എടുക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ ആരാന്ന് വെച്ചാൽ അയാളെ നമ്മൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കും. അതാരാന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഏതാണ് എടുക്കേണ്ടത്. എല്ലാത്തിനും പേരിച്ച് ടാസ്ക്. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് വാസ്കോ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാനുള്ള അവസരം നമ്മൾ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞിക്കിളിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. ടാറ്റ.